നമസ്കാരം. നമ്മൾ വളർന്നു വരികയാണെന്ന് അല്ലെങ്കിൽ കുറച്ചുകൂടി പക്വത നേടുകയാണെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? ഇന്നത്തെ ഈ വിശകലനത്തിൽ നമ്മൾ നോക്കാൻ പോകുന്നതാണ്. പുറത്തുനിന്നുള്ള ഭയങ്കരമായ ശബ്ദകോലാഹലങ്ങൾക്കിടയിലും പക്വത കണ്ടെത്തുക എന്ന അതിസങ്കീർണമായ വിഷയത്തെ വളരെ വ്യത്യസ്തമായ ഒരു സ്രോതസ്സിലൂടെ നമ്മളിന്ന് ഡീകോഡ് ചെയ്യാൻ പോവുകയാണ്. ഒട്ടും അർത്ഥമില്ലെന്ന ഒറ്റ നോട്ടത്തിൽ തോന്നിയേക്കാവുന്ന ചില വാക്കുകൾക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന, നമ്മളെയൊക്കെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നമുക്ക് തുടങ്ങാമല്ലേ? ശരി, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ബഷറി നെരിയെ, അതായത് വിജയം എവിടെയാണ്? സത്യം പറയൂ, നമ്മളിൽ എത്ര പേർ ഓരോ ദിവസവും ഈയൊരു ചോദ്യം സ്വയം ചോദിക്കാറുണ്ട്? പക്വതയെക്കുറിച്ചുള്ള നമ്മുടെ എല്ലാ കണക്കുകൂട്ടലുകളെയും ഈ ഒറ്റ ചോദ്യം അട്ടിമറിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് വിജയം? അതോ ഇനി എവിടെയാണോ അത് നമ്മെ കാത്തിരിക്കുന്നത്? ഈയൊരു ചിന്തയിൽ നിന്നാണ് നമ്മുടെ ഇന്നത്തെ യാത്ര തുടങ്ങുന്നത് തന്നെ. നമ്മുടെയൊക്കെ മനസ്സിലെ ഏറ്റവും വലിയൊരു വൈരുദ്ധ്യം എന്താണെന്നോ? നമ്മളൊക്കെ എപ്പോഴും പ്ലാൻ ചെയ്യുന്ന, വളരെ കൃത്യമായി അടുക്കി വെച്ചൊരു വിജയമുണ്ട്, നമ്മൾ സ്വപ്നം കാണുന്ന ആ ബഷറി. എന്നാൽ യാഥാർത്ഥ്യം അതല്ലല്ലോ. അതാണ് അൻലയാമതി. അതായത് നമുക്ക് പലപ്പോഴും ഒട്ടും മനസ്സിലാക്കാൻ കഴിയാത്ത അത്രത്തോളം താറുമാറായ ജീവിത യാഥാർത്ഥ്യങ്ങൾ. നമ്മളൊന്ന് പ്ലാൻ ചെയ്യുമ്പോൾ ജീവിതം വേറൊന്നു തരും. ആ ഒരു കുഴപ്പമടിച്ച അവസ്ഥയെ അംഗീകരിക്കുക എന്നതാണ് പക്വതയിലേക്കുള്ള ആദ്യത്തെ പടി. ലോകത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ചില പ്രാഥമിക കാര്യങ്ങൾ നമ്മൾ മറന്നുപോകരുത്. അത് വളരെ രസകരമായി ഇവിടെ ചുരുക്കി പറയുന്നുണ്ട്. പരായാർത്ഥം ഗെനൽ ബക്കും, അതായത് സാമ്പത്തിക സഹായവും പിന്നെ അടിസ്ഥാനപരമായ നമ്മുടെ സ്വന്തം പരിചരണവും. സംഗതി വളരെ ലളിതമാണ്. നമ്മൾ എത്ര വലിയ തത്വചിന്തയൊക്കെ പറഞ്ഞാലും അവസാനം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പണം വേണം, അല്ലേ? അതുപോലെ നമ്മുടെ ആരോഗ്യവും നോക്കണം. ചുരുക്കത്തിൽ പക്വത എന്ന് പറയുന്നത് വെറുതെ ആകാശത്തേക്ക് നോക്കി നടക്കലല്ല, കാലുകൾ രണ്ടും നിലത്തുറപ്പിച്ച് നിർത്തുക കൂടിയാണ്. ഇനി ഇന്നത്തെ കാലത്തെ നമ്മുടെ ഏറ്റവും വലിയ തലവേദന എന്താണെന്ന് നോക്കാം. ചുറ്റും എപ്പോഴും ഭയങ്കര ബഹളമാണ്. ഈ ഡിജിറ്റൽ ശബ്ദകോലാഹലങ്ങൾ തന്നെ, മ്യൂസിക്, ഫിലിമുകൾ, പിന്നെ നമ്മുടെ പ്രൊഫൈൽ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യാനുള്ള തത്രപ്പാട്, ഇതിനിടയിൽ നിരന്തരമായി വരുന്ന ലേഖനങ്ങൾ, ഇൻഫർമേഷൻ ഓവർലോഡ്, പിന്നെ എവിടെ നോക്കിയാലും സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ള നിരന്തരമായ ആവശ്യങ്ങൾ. എപ്പോഴും നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ എന്തെങ്കിലുമൊക്കെ ചുറ്റും നടക്കുകയാണ്. ഈ ഒരു ഡിജിറ്റൽ ബഹളത്തിൽ നമ്മൾ ശരിക്കും നമ്മളെ തന്നെ മറന്നുപോകുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു പരിഹാരം വേണ്ടേ? അവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവമാകുന്നത്. പക്വതയുള്ള ഒരാളായി മാറുക എന്നതിനർത്ഥം നമ്മുടെ ചുറ്റുമുള്ള ഈ അനാവശ്യ ബഹളങ്ങളെ സജീവമായി ഒന്ന് അരിച്ചെടുക്കാൻ നമ്മൾ പഠിക്കണമെന്നതാണ്. അതെ, നമുക്ക് ചുറ്റുമുള്ള ആ അനാവശ്യ ശബ്ദങ്ങളെ നമ്മൾ ഫിൽട്ടർ ചെയ്തു മാറ്റണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളെ പൂർണ്ണമായും അവഗണിക്കാനും ശരിക്കും ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കാനും കഴിയുമ്പോഴാണ് നമ്മൾ ശരിക്കും പക്വത പ്രാപിക്കുന്നത്. നമ്മുടെ സ്വന്തം മനസ്സമാധാനം കണ്ടെത്തേണ്ടത് നമ്മുടെ തന്നെ ആവശ്യമാണല്ലോ. ഈയൊരു യാത്രയിൽ നമ്മൾ കടന്നുപോകുന്ന വളരെ വൈകാരികമായ ഒരു നിമിഷമുണ്ട്. കൽബിൻ ദളി ആളയതും. അതായത്, എൻ്റെ ഹൃദയത്തിന് ഭ്രാന്താണ്, ഞാൻ കരഞ്ഞു. കേൾക്കുമ്പോൾ തന്നെ ആ ഒരു വികാരം മനസ്സിലാവുന്നില്ലേ? വളരുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതിൽ സങ്കടങ്ങളുണ്ടാകും, ഭയങ്കരമായ പൊട്ടിത്തെറികളുണ്ടാകും. ആ സമയത്ത് കരയുക എന്നത് തീർച്ചയായും ഒരു ദൗർബല്യമല്ല കേട്ടോ. മറിച്ച് ആ വൈകാരികമായ കൊടുങ്കാറ്റിലൂടെ കടന്നുപോകുന്നത് പക്വതയിലേക്കുള്ള വളരെ സ്വാഭാവികമായൊരു പ്രക്രിയ മാത്രമാണ്. ഇവിടെയാണ് ദേഷ്യം അഥവാ മാറ്റം എന്ന ആശയം പ്രസക്തമാകുന്നത്. ശരിക്കും ഈ മാറ്റം ഒരു പാലം പോലെയാണ്. ആ ഭ്രാന്തമായ വികാരങ്ങളിൽ നിന്ന് വൈകാരിക പക്വതയിലേക്കും ശാന്തതയിലേക്കും എത്തുന്നതിനിടയിലുള്ള പാലം. ചുറ്റും എന്ത് കുഴപ്പങ്ങൾ നടന്നാലും നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനും ആ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനും നമ്മൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ മാറ്റങ്ങളെ പേടിക്കാതെ അതിനെ ഇരുകയും നീട്ടി സ്വീകരിക്കാൻ കഴിയുന്നതാണ് യഥാർത്ഥ പക്വത. ഈ മാറ്റം ഒറ്റയടിക്ക് സംഭവിക്കുന്ന ഒന്നല്ല, ഇതൊരു യാത്രയാണ്. ആദ്യം അല്ലയാമത്, അതായത് ഒന്നും അറിയാത്തൊരു ആശയക്കുഴപ്പം, പിന്നെ കൽബീം ദലി എന്ന ആ വൈകാരികമായ അവസ്ഥ. അവിടെ നിന്നാണ് ദേഷ്യം അഥവാ രൂപാന്തരം സംഭവിക്കുന്നത്. ഒടുവിൽ നമ്മളൊരു വ്യക്തതയിൽ എത്തിച്ചേരും. നമ്മുടെ സ്വന്തം അടിത്തറ കണ്ടെത്തുന്നത് അവിടെയാണ്. ഇതിലൊരു ഘട്ടവും നമുക്ക് വെറുതെ സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഓരോന്നിലൂടെയും നമ്മൾ കടന്നുപോകണം. ഈ യാത്ര വിജയകരമായി പൂർത്തിയാക്കാൻ നമുക്ക് ചില ടൂളുകളൊക്കെ ആവശ്യമാണ്. നമ്മൾ നേരത്തെ കണ്ട ക്യാമറ സപ്പോർട്ടും ആർട്ടിക്കിൾ സെറ്റിംഗ്സും ഓർക്കുന്നില്ലേ? ഇവ വെറുമൊരു സാങ്കേതിക പദങ്ങളല്ല, നമ്മുടെ ജീവിത വീക്ഷണങ്ങളെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കാണിക്കുന്ന വളരെ കിടിലൻ ആധുനിക മെറ്റഫറുകളാണിത്. ഒരു ക്യാമറയുടെ ലെൻസ് നമ്മൾ ഫോക്കസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് പോലെ ജീവിതത്തിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റാൻ നമുക്ക് കഴിയണം. അത് വളരെ പ്രധാനമാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ വിശകലനം വളരെ പ്രധാനപ്പെട്ടൊരു സത്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പൂർണ്ണതയുള്ളൊരു ജീവിതം എന്നത് വെറുമൊരു മിഥ്യാധാരണയാണ്, അതൊരു മായയാണ്. അത് ഉപേക്ഷിക്കാൻ നമുക്ക് കഴിയണം. പകരം യാഥാർത്ഥ്യത്തിലെ ഈ കുഴപ്പങ്ങളെയും പ്രശ്നങ്ങളെയും ധൈര്യപൂർവ്വം നേരിടാനും ഉൾക്കൊള്ളാനുമുള്ള ആ ഒരു കഴിവ്
അതാണ് നമുക്ക് വേണ്ടത്. ജീവിതം ഒരിക്കലും പെർഫെക്റ്റ് ആകില്ല എന്ന ആ തിരിച്ചറിവുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ പക്വത. നമ്മൾ ഈ ഒരു എക്സ്പ്ലെയിനറിന്റെ അവസാനത്തിലേക്ക് വരികയാണ്. അവസാനിപ്പിക്കുന്നതിന് മുൻപും നിങ്ങളുടെ സ്വന്തം ജീവിതയാത്രയിൽ ചിന്തിക്കാനായി ഒരു ചോദ്യം ഞാൻ ബാക്കി വയ്ക്കുന്നു. ഈ ചുറ്റുമുള്ള ശബ്ദ കോലാഹലങ്ങളെ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എവിടെയാണ് വിജയം? ചിലപ്പോൾ ഈ മനോഹരവും എന്നാൽ ഭ്രാന്തവുമായ ബഹളങ്ങൾക്കിടയിലും പതരാതെ നിങ്ങളുടെ സ്വന്തം ഇടം കണ്ടെത്താൻ കഴിയുന്നത് തന്നെയാകും യഥാർത്ഥ വിജയം, അല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ ചിന്തകൾ നിങ്ങളുടെ യാത്രയിൽ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ ആവേശകരമായ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.